കഴിഞ്ഞിട്ടില്ല. കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അൻവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കി പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കത്തില്ല. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു, ആർക്ക് വേണമെങ്കിലും വന്ന് വെരിഫൈ ചെയ്യാം. എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ പേര് എൻ്റെ പാൻ കാർഡ് നമ്പറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ അല്ലെ എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ടിലോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അൻവിൻ്റെ സൈഡിൽ നിന്ന് ₹1 എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റ് ആക്കി മൊത്തം ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങി പോയിടുന്നു. പബ്ലിക്കായിട്ട് ഞാൻ പറയാണ്, കോണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം എറണാകുളത്ത് വരെ എൻ്റെ വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ മൊത്തം ഞാൻ പറയുകയാണ് എൻ്റെ ഞാൻ തുടങ്ങാൻ പോയ കമ്പനിയുടെ അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ അത് ഞാൻ പബ്ലിക്കലി കാണിക്കാം. അതുകൂടെ കാണിച്ചു തുടങ്ങാം. വെറുതെ എനിക്ക് വായ്ത്താളം പറയുവാണെന്ന് ആൾക്കാർക്ക് ഒരു തോന്നൽ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതെൻ്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഇത് നടത്തി വെക്കുന്നത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോണത് ആക്ച്വലി ഇവിടെ ഉള്ളൊരു ഇതാണ് AACT & Co ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഇതിന്റെ അടിയിൽ അവരുടെ നമ്പർ ഉണ്ട്. നിങ്ങൾ ഈ കോണ്ടന്റ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും വിളിച്ച് വെരിഫൈ ചെയ്യാം. ഇതിന്റെ ഡേറ്റിംഗ് നിങ്ങളൊന്ന് നോക്കണം. 29/11/2025 എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആണ് ഇത്. 29/11/2025 ഇതിലാണ് എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഞാൻ എൻ്റെ ഫസ്റ്റ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ കണ്ടോ, അപ്ലൈ ഫോർ ദ നെയിം അപ്രൂവൽ ഓൾറെഡി ഒബ്റ്റൈൻഡ്. ഇത് മാത്രമാണ് എൻ്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത്. ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെ എടുക്കും? എല്ലാരും കുറെ പേര് ഇത് ഈ തമ്മിലൊക്കെ നിങ്ങൾ കണ്ടോ, അൻവിൻ നാട്ടുകാരെ പറ്റിച്ച് പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. അവനായിരുന്നു എൻ്റെ CA, ഇവനായിരുന്നു എൻ്റെ CA, ഇവന്റെ CA ആയിരുന്നു എൻ്റെ ഇതിനകത്ത് വരുന്ന അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അക്കൗണ്ടിൽ ഇട്ടെന്ന്. എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു. ഞാൻ പറയാണ്, എൻ്റെ പേരിലുള്ള മൊത്തം ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഈവൻ ഇറ്റ്സ് ആൻ ഇൻകം ടാക്സ്, ഈവൻ ഇറ്റ്സ് എ പോലീസ്, എന്തോ ആയിക്കോട്ടെ. ഞാൻ പബ്ലിക്കലി പറയുക, ഞാൻ അതിന് റെഡിയാ. ആൻഡ് നിങ്ങളെ ഞാൻ ഇത് കാണിച്ചു തന്നെ എന്താണെന്ന് പറയാൻ, 29/11/2025 രജിസ്ട്രേഷൻ തുടങ്ങിയ ഒരു കമ്പനിയുടെ മിനിമം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം, മിനിമം 15 ദിവസം വേണം കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് വേണം GST എടുക്കാൻ, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ. ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ? അല്ല, അൻവിൻ എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്? എനിക്ക് അറിയേണ്ട കാര്യം അതാ. അൻവിൻ ഇതിനകത്ത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഇവിടെ പറയുന്ന ഒരു ഇത് വേണ്ടേ? ഒരു എല്ലാത്തിനും ഒരു റീസൺ വേണം. അതായത് എന്തെങ്കിലും അറിയാമെങ്കിൽ മാത്രം വന്ന് എക്സ്പോസ് ചെയ്യുക. അത് ഈ ഒരു കാര്യത്തിൽ ഇത് മാത്രമല്ല ഗൈസ്, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് കാണിക്കാനുണ്ട്. ഇത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് തീരാത്തത് കൊണ്ട് എനിക്ക് ഇൻകം ടാക്സിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ കാര്യം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എല്ലാം ഇപ്പം ഞാൻ ഓരോന്ന് പേ ബാക്ക് ഒക്കെ ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി എൻ്റെ CA ആയാലും എൻ്റെ ആൾക്കാരായാലും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈകളെ നിനക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് നിനക്ക് നീ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ രജിസ്ട്രേഷൻ ഒന്നും കഴിയാതെ ഒരിക്കലും ഫണ്ട് വാങ്ങിക്കരുത്, ഒന്നും വാങ്ങിക്കരുതെന്ന്. പിന്നെ ഇതുവരെ ഞാൻ ഒരു ടീഷർട്ട് മാനുഫാക്ചർ പോലും ചെയ്തിട്ടില്ല. സാമ്പിൾസ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. വെറും സാമ്പിൾസ്, അത് 1-2 ടീഷർട്ട്. എൻ്റെ ഇത് ചെയ്യുന്ന കമ്പനിയെ വരെ ഞാൻ ഇവിടെ വന്ന് വെരിഫൈ ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നേരെ വന്ന് ഇവിടെ വന്ന് എന്തുവാന്ന് വെച്ചാൽ നോക്കാം. അതായത് ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കാൻ റെഡിയാ. അത് ഈ കേരളത്തിലെ റെപ്യൂട്ടഡ് കോണ്ടന്റ് ഈ പ്ലാനിൽ ചെയ്യാൻ പോണ ആരാണെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വെൽക്കം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് അയച്ചു തരും. എൻ്റെ വീട്ടിൽ വന്ന് വെരിഫൈ ചെയ്യാം. പിന്നെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനകത്ത് എൻ്റെ പേര് ഞാൻ പൈസ വാങ്ങിച്ച് നക്കി, ഞാൻ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടവന്മാരുടെ എല്ലാ ക്രിയേറ്റേഴ്സിന്റെ അടക്കം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വീഡിയോ ഇട്ട ആൾക്കാരടക്കം എൻ്റെ ഫോട്ടോ, എൻ്റെ ഫേസ് പബ്ലിക്കലി പോസ്റ്റ് ചെയ്ത് ഡിഫെയിം ചെയ്ത ആരൊക്കെ ഇതിനകത്തുണ്ടോ അവർക്കെതിരെ നാളെ ഞാൻ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. ഞാനത് ഉറപ്പായിട്ടും ചെയ്യും. കാരണം എനിക്ക് ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയിക്കണം. ഞാൻ ആ ഡിഫമേഷൻ കേസ് നാളെ എൻ്റെ വക്കീലിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ ആ ഡിഫമേഷൻ കേസ് നാളെ കേസ് ഫയൽ ചെയ്യുവാണ്. സോ എനിക്ക് ഇവരെ കൊണ്ടുവന്നേക്കുന്ന അലിഗേഷൻ, ഇപ്പൊ എൻ്റെ പേരിലുള്ള അലിഗേഷൻ ഇതിനകത്ത് എൻ്റെ ഇൻവോൾവ്മെന്റ് ഞാൻ പബ്ലിക്കലി വന്ന് തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. സോ ഞാനത് ഓൾറെഡി നാളെ തന്നെ കൊടുക്കാൻ പോവുക. എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എൻ്റെ റെപ്യൂട്ടേഷൻ, എൻ്റെ ഇത്ര നാളത്തെ എൻ്റെ റെപ്യൂട്ടേഷനും ഇത് അയച്ചു കൊടുത്തവന്മാർക്കെല്ലാം നാളെ ഞാൻ ലീഗൽ നോട്ടീസ് അയക്കും. ഒരു സംശയമില്ല. അത് ഞാൻ പറയുന്നത് ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ബാർക്ക് ചെയ്ത അവന്മാരുടെ അടുത്തൊന്നും എനിക്ക് അവന്മാരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ പറയുന്നത് ക്രിയേറ്റേഴ്സിന്റെ കാര്യമാണ്.
ക്രിയേറ്റേഴ്സ് കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോണേ. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ പോണ വേറൊരു ക്വസ്റ്റ്യൻ, ഓക്കെ, അൻവിനെ എന്തിനാണ് പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതെന്ന്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് അൻവിൻ്റെ വീഡിയോ റിവീൽ ചെയ്തിട്ടുള്ള ആളുടെ 11 നവംബർ. ഇപ്പൊ എത്ര കറക്റ്റ് ഒരു മാസമായി കാണത്തില്ല, ഒരു മാസം ആയില്ല, ഒരു 25 ദിവസം മുമ്പ് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്ത പുള്ളി എനിക്ക് അയച്ച മെസ്സേജാണ്. ദിലിൻ ബ്രോ നമസ്കാരം. നമ്മളൊരു പോഡ്കാസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. നമ്മളൊരു വീക്കിൽ തന്നെ ഏകദേശം ഫുള്ള് ഫ്ലജിൽ തന്നെ തുടങ്ങാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഒരു ഗസ്റ്റായിട്ട് എനിക്കൊരു ദിവസം ഒരു 10, 15, 20, 30 ചോദ്യം ഓൾറെഡി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു തരാം. അത് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് പറയുമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എനിക്ക് അയച്ച മെസ്സേജാണ്. ഞാനിത് പുള്ളിയെ കളിയാക്കാൻ വേണ്ടിയല്ല കാണിക്കുന്നത്, ഞാൻ ഇത് കാണിച്ചു. അപ്പൊ ഞാൻ എന്താ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു നോക്ക്. ഓക്കെ, സെറ്റ് എനിക്ക് അയച്ചാൽ മതി, താങ്ക് യു സോ മച്ച് ബ്രോ, ഷൂട്ട് കൊച്ചിയിലായിരിക്കുമല്ലേ, മീൻസ് എ ലോട്ട്. പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ് ഇത്. ഞാൻ ഇത് കളിയാക്കാൻ വേണ്ടില്ല. വൈ, എന്തുകൊണ്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു പോഡ്കാസ്റ്റിൽ വരാൻ? എന്തുകൊണ്ട് മെസ്സേജ് അയച്ചു എന്ന് ചോദിച്ചാൽ, ഈ പറയണത് പോലെ ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ ഒരു റെക്കഗ്നൈസേഷൻ എനിക്ക് ഉള്ളതുകൊണ്ട് പുള്ളി അതിനകത്ത് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. എനിക്കും സെയിം ബ്രോയുടെ അടുത്ത് ഇത് തിരിച്ചും എല്ലായിടത്തും ഇതേ പറയാനുള്ളൂ. ഇത് കണ്ട സൈന സൗത്ത് പ്ലസ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനൽ ചെയ്ത് ഫെയിം ആക്കി വെച്ചിരുന്ന ഒരു ക്രിയേറ്ററിനെ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതിൽ എന്താ തെറ്റ്? അപ്പൊ പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഇതും എക്സാക്ട് സെയിമാ. ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ ഫെയിമും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് പുള്ളി ഇതിനകത്തോട്ട് ഇങ്ങോട്ടോട്ട് വിളിച്ചത്. ഈ വിളിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻസ് ആണ് അൻവിന്റെ ആയിട്ടുള്ള എൻ്റെ ബിസിനസ് ഡീൽ. ഇതുവരെ ഞാൻ എപ്പോഴും പറയല, 5 പൈസ പോലും ഞാൻ ഇത് എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ആയിട്ടില്ല. കാരണം ഞങ്ങളുടെ കമ്പനി ഫോർമേഷൻ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇൻകോർപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് അൻവിൻ എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും സ്കാംസ് വെളിയിൽ വരുവാണ്, നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് അപ് ടു നിങ്ങളുടെ അടുത്ത് പറയാം, എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ പുള്ളി ഒഴിവാക്കും. പുള്ളിക്ക് ഭാര്യ ഉണ്ടോ, പുള്ളിക്ക് കുഞ്ഞുണ്ടോ എന്നൊന്നും ചോദിക്കാനുള്ള സ്പേസ് എനിക്കില്ല. കാരണം ഞാൻ പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള അത്രയും ഇന്റിമേറ്റ് ഒരു ഫ്രണ്ട് അല്ല. നിങ്ങൾ എക്സ്പോസ് ചെയ്ത കാര്യങ്ങളിൽ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ബാക്കി പേഴ്സണൽ കാര്യങ്ങളെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വരുന്ന ആളുടെ അടുത്ത്, ഗൈസ് നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ, പോഡ്കാസ്റ്റിൽ എപ്പോഴെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? കോണാദ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനമല്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ കുത്തിയിരുന്ന് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാറില്ല. വീട്ടിൽ ആരുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പം എന്തെങ്കിലും ക്യാഷ് ഇട്ട് നമുക്ക് ചിലപ്പോൾ അത്രയ്ക്കും ഒരു കോൺവെർസേഷനിൽ നമുക്ക് ആ ബോണ്ട് തോന്നിയാൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ, ഈവൻ തോ ചെയ്താലും. പക്ഷേ അൻവിൻ്റെ അടുത്ത് എനിക്കത് ചോദിക്കാനുള്ള ഫ്രീഡം ഇല്ല. കാരണം അൻവിൻ്റെ അടുത്ത് അവിടെ ആരൊക്കെ യു കെയിൽ ഏതൊക്കെ ഉണ്ട് ഇതൊക്കെ അതൊന്നും ഒരിക്കലും എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല ഗൈസ്. സോ അതുകൊണ്ട് എനിക്കത് പറ്റില്ല. ഞാൻ അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് ഞാനത് ചോദിച്ചിട്ടില്ല. പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, പുള്ളിയുടെ ഒന്നുമേ ചോദിക്കാത്തിടത്തോളം കാലം എൻ്റെ കയ്യിലുള്ളത് ലിമിറ്റഡ് ഇൻഫോ ആയിരുന്നു. ആൻഡ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരാളെ പറ്റി തിരക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ പറയാം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇന്നലെ അല്ല ഈ അലിഗേഷൻ പുറത്തു വരുന്നത്. ഇതിനു മുമ്പ് കുറെ പേര് അൻവിന്റെ പേരിൽ എന്തൊക്കെയോ സ്കാം ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് എൻ്റെ കാസറ്റ് വീഡിയോ ഇട്ടപ്പോൾ തൊട്ടേ ഞാനിത് എൻക്വയറി ചെയ്യുന്നുണ്ട് പല ആൾക്കാരുടെ അടുത്തും. പക്ഷെ എനിക്ക് കിട്ടാന്നല്ല, ഞാൻ യു കെ വരെ പോകാൻ പറ്റില്ലല്ലോ. ഇത് ചെയ്യാൻ എനിക്ക് യു കെ വരെ പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന സർക്കിളിൽ മാത്രമേ ഇത് തിരക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് അതേ തിരക്കാൻ പറ്റുള്ളൂ. തിരക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ തിരക്കിയപ്പോഴൊക്കെ അപ്പോഴും ഞാൻ വിചാരിക്കണത് എൻ്റെ കമ്പനിയുടെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് ചെയ്യാം അങ്ങനെ വിചാരിച്ചിരിക്കുമോ. സ്റ്റിൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് മേടിക്കും ഗൈസ്? ഈ ബിസിനസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, CA ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയാണ്, നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ആയിട്ട് 2 പേരുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈ 2 ഡയറക്ടർമാരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ഒരേ വെച്ചേക്കുന്ന പ്രപ്പോർഷനിൽ വരണം. അതായത് 50-50 പാർട്ണർഷിപ്പ് ആണെങ്കിൽ എൻ്റെ കമ്പനിയുടെ ക്യാപിറ്റൽ 10 ലക്ഷം രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപ ഒരു ആളുടെ കയ്യിൽ നിന്നും മറ്റേ 5 ലക്ഷം രൂപ അടുത്ത ആളുടെ കയ്യിലും. ഇതാണ് ആക്ച്വലി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബേസിക് റൂൾ. മനസ്സിലായോ?
അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക എൻ്റെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ കഴിയട്ടെ, അപ്പോഴത്തേക്കിനും പുള്ളിയോട് സംസാരിക്കുക. സോ ഇന്നലെ പുള്ളി റിവീലായി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, എനിക്ക് ഇതിന്റെ അതർ സൈഡ് കേൾക്കണം. മറ്റേ ഡ്രേക്ക് ബ്രോ വന്നിട്ട് പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ അൻവിൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂവും ഇതിന്റെ സത്യം എന്താണെന്നും അൻവിന്റെ സൈഡിൽ നിന്ന് ഇത് പറയും. അത് പറഞ്ഞിട്ടും അൻവിനാണ് ഇതിനകത്ത് ഗിൽട്ടി, അല്ലെങ്കിൽ എല്ലാം ഇതിനകത്ത് പ്രശ്നം അൻവിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റും. ഞാൻ ഈ പറഞ്ഞതുപോലെ നിൽക്കും. അൻവിൻ അത് പ്രൂവ് ചെയ്യാനുള്ള ടൈം ആയെന്ന് അൻവിൻ തന്നെ അറിയാം. സോ അൻവിൻ അത് ചെയ്യും.